News. KMIC News, KMIC News, KMIC News, KMIC News, KMIC News, KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്തെ മാലിന്യം പാറമടകളിൽ തന്നെ സംസ്കരിക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. VS അച്യുതാനന്ദൻ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞു, നിലപാടുകളിൽ മാറ്റമില്ലെന്ന് VS അച്യുതാനന്ദൻ. ചാരക്കേസിൽ രമേശ് ചെന്നിത്തല മൌനം വെടിയണമെന്ന് കെ മുരളീധരൻ. ചാരക്കേസിൽ പുനരന്വേഷണം വേണ്ടെന്ന് MM ഹസൻ. പീഡന ആരോപണം രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് സുപ്രീംകോടതി തള്ളി. ടുണീഷ്യയിൽ സൂഫി മക്ബറ അജ്ഞാത സംഘം തകർത്തു. കൂരിയാട് മർഹൂം തേനു മുസ്ലിയാർ 44-ാം ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. ഒമാനുർ ശുഹദ ആണ്ടുനേർച്ച നാളെ തുടക്കമാവും. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യം പാറമടകളിൽ തന്നെ സംസ്കരിക്കും. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന് നടപടികൾ തുടങ്ങിയെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുന്നത് സംബന്ധിച്ച് പരിസ്ഥിതി വിദഗ്ധരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മാലിന്യം കുമിഞ്ഞുകൂടുന്നതിനോടൊപ്പം തുലാമഴയും ശക്തിപ്പെടുന്നതോടെ തലസ്ഥാന നഗരം പകർച്ചവ്യാധി ഭീഷണിയിലാകും. ഇത് മുന്നിൽ കണ്ടാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള പാറമടകളിൽ മാലിന്യം സംസ്കരിക്കാൻ തീരുമാനിച്ചത്. ഭൂഗർഭജലവുമായി നേരിട്ട് ബന്ധമില്ലെന്ന് ഭൌമശാസ്ത്രജ്ഞന്മാർ ഉറപ്പുവരുത്തിയ പാറമടകളാണ് ഇവ. പരമാവധി 6 മാസത്തേക്ക് മാത്രമേ പാറമടകൾ മാലിന്യ സംസ്കരണത്തിന് ഉപയോഗിക്കൂ എന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ ശുചിത്വ മിഷന്റെ ഒരു സൂപ്പർവിഷൻ, അതുപോലെ തന്നെ കോർപ്പറേഷൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉന്നതരായ ആൾക്കാർ അവരുടെ സൂപ്പർവിഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഇല്ലാതെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനാണ് അവർ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പാറമടകളെ ആശ്രയിക്കാതെ വയ്യെന്ന് ചർച്ചയ്ക്കെത്തിയവരും സമ്മതിച്ചു. ചെങ്കോട്ടുകോണത്തിന് സമീപം പാറമടയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിന് വഴിയൊരുക്കാനായി കഴിഞ്ഞയാഴ്ച സർക്കാർ നടത്തിയ ശ്രമം നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. കോവളം വട്ടപ്പാറ മേഖലയിലും നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പാറമടകളിലെ മാലിന്യ സംസ്കരണത്തിനും സർക്കാർ കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരും. പാർട്ടി നിർദ്ദേശപ്രകാരം തെറ്റുകൾ VS പരസ്യമായി ഏറ്റുപറഞ്ഞു. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് VS പരസ്യമായി കുറ്റസമ്മതം നടത്തിയത്. പിണറായി വിജയനെ ഡാങ്കയോട് ഉപമിച്ചത് ഒഴിവാക്കേണ്ടതായിരുന്നു. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം TPയുടെ വീട്ടിൽ പോയത് തെറ്റായിപ്പോയി. പാർട്ടിയെ ധിക്കരിച്ചുള്ള കൂടംകുളം യാത്രയും ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് VS പറഞ്ഞു. ഒഞ്ചിയത്തെ രക്തസാക്ഷി TP ചന്ദ്രശേഖരനെ സംസ്ഥാന സെക്രട്ടറി കൂലംകുത്തിയെന്ന് വിശേഷിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കവെയാണ് ഡാങ്കയോട് സെക്രട്ടറിയെ ഉപമിച്ചതെന്ന് VS പറഞ്ഞു. ചർച്ചയും വാദപ്രതിവാദങ്ങളും ലോകമാകെ നടക്കുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ആയതിനാൽ ഇത്തരം ശാസ്ത്ര വിഷയങ്ങളിൽ അന്തിമമായ തീർപ്പ് കൽപ്പിക്കാറായിട്ടില്ല. കൂടംകുളം നിലയം ഇന്തോ അമേരിക്കൻ ആണവ കരാർ നിലവിൽ വരുന്നതിന് 2 പതിറ്റാണ്ട് മുമ്പ് കരാറായതാണ്. ആ നിലയത്തോട് CPIM-ന് എതിർപ്പില്ല. ജനങ്ങളുടെ ഉപജീവന സൗകര്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിക്കൊണ്ടും
പ്രദേശത്തുള്ള ജനങ്ങളുടെ ഭയാശങ്കകൾ ദൂരീകരിച്ചുകൊണ്ടും മാത്രമേ നിലയം കമ്മീഷൻ ചെയ്യാവൂ എന്നാണ് പാർട്ടി നിലപാട്. എന്നാൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സ്വതന്ത്ര വിദഗ്ധ സമിതി പരിശോധിച്ച് സുരക്ഷാ കാര്യങ്ങൾ തൃപ്തികരമാണെന്ന് വ്യക്തമാക്കിയാലേ അത് കമ്മീഷൻ ചെയ്യാവൂ എന്നും സിപിഐഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ പുതിയ പ്രമേയം വ്യക്തമാക്കുന്നു. കൂടംകുളത്തെ ജനകീയ സമരത്തെ അടിച്ചമർത്തരുതെന്നും പ്രകടിപ്പിച്ച വ്യത്യസ്ത അഭിപ്രായം വിവാദപരമായ സാഹചര്യത്തിലാണ് കേന്ദ്ര കമ്മിറ്റി വിശദമായി ചർച്ച നടത്തി ഇങ്ങനെ ഒരു പ്രമേയം അംഗീകരിച്ചത്. പ്രമേയം ഞാൻ അംഗീകരിക്കുന്നു. സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ ആണവ നിലയം കമ്മീഷൻ ചെയ്യരുതെന്ന പാർട്ടി പ്രമേയം സുവ്യക്തമാണ്. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കണമെന്നും പാർട്ടി നിലപാടിന് വിരുദ്ധമായി കൂടംകുളത്തേക്ക് പോയത് തെറ്റായിപ്പോയെന്നും വി.എസ്. പറഞ്ഞു. എന്നാൽ കൂടംകുളത്തെ ജനങ്ങളുടെ ദുരിതം ചർച്ച ചെയ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ടി.പിയുടെ വീട്ടിൽ പോകാൻ നെയ്യാറ്റിൻകര തിരഞ്ഞെടുപ്പ് ദിവസം തിരഞ്ഞെടുത്തത് തെറ്റായിരുന്നുവെന്ന വിമർശനം അംഗീകരിക്കുന്നുവെന്നും വി.എസ്. പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞെങ്കിലും നിലപാടുകളിൽ മാറ്റമില്ലെന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. ഇനിയായാലും തെറ്റുകൾ ചൂണ്ടിക്കാട്ടും. ടി.പി. ചന്ദ്രശേഖരനെ കുലംകുത്തിയെന്ന് പിണറായി വിജയൻ വിളിച്ചത് ശരിയല്ലെന്ന് വി.എസ്. അച്യുതാനന്ദൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ചന്ദ്രശേഖരനെ രക്തസാക്ഷിയെന്നും വി.എസ്. വിശേഷിപ്പിച്ചു. പാർട്ടി അങ്ങനെ ഹാപ്പിയാകേണ്ട എന്ന് കരുതിക്കൂട്ടി തന്നെയാണ് വി.എസ്. അച്യുതാനന്ദൻ ഓരോ വാക്കുകളും പറഞ്ഞത്. തന്നെ പാർട്ടിക്ക് കീഴ്പ്പെടുത്തി കളയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നടപ്പില്ല. തെറ്റ് ഏറ്റുപറച്ചിൽ പാർട്ടിയിൽ തന്നെ നിൽക്കാനുള്ള തന്ത്രമാണെന്നും തന്നെ പിന്തുണക്കുന്നവർ നിരാശരാകേണ്ടതില്ല എന്ന സന്ദേശം നൽകുകയായിരുന്നു വി.എസ്. ടി.പി. വധത്തിൽ ഉൾപ്പെട്ട പാർട്ടിക്കാരെ കണ്ടെത്താൻ പാർട്ടി അന്വേഷണം നടത്താത്തതിലെ അതൃപ്തിയും വി.എസ്. മറച്ചുവെച്ചില്ല. സിബിഐ അന്വേഷണം വേണമെന്ന കെ രമയുടെ ആവശ്യം അന്യായമാണെന്ന് വി.എസ്. ഇപ്പോഴും കരുതുന്നുമില്ല. ഫലത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ നിർദ്ദേശം പേരിന് വേണ്ടി മാത്രം അംഗീകരിച്ചെങ്കിലും ഇനിയും അച്ചടക്ക ലംഘനം വേണ്ടിവന്നാൽ അതുണ്ടാകുമെന്ന് തന്നെയാണ് വി.എസ്. തുറന്നടിക്കുന്നത്. പറ്റിയ തെറ്റ് ഏറ്റുപറയിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ കുമ്പസരിപ്പിക്കുക എന്ന കേട്ടുകേൾവിയില്ലാത്ത അച്ചടക്ക നടപടിയാണ് വി.എസ്. അച്യുതാനന്ദന്റെ കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചത്. നിരന്തരമായി അച്ചടക്കം ലംഘിക്കുന്ന വി.എസിന് ശിക്ഷ നൽകിയെന്നും ആ ശിക്ഷയിലൂടെ വി.എസിന് പാർട്ടിയിൽ തന്നെ നിലനിർത്താനായെന്നും പാർട്ടിക്ക് ആശ്വസിക്കാം. സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി നൽകിയ അരിയിൽ എലിക്കുഞ്ഞും പ്രാണികളും ഒറ്റപ്പാലം ചൂനങ്ങാട് AVM ഹൈസ്കൂളിലേക്ക് സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ നിന്ന് കൊണ്ടുവന്ന അരിയിലാണ് ജീവനുള്ള എലിക്കുഞ്ഞിനെയും പ്രാണികളെയും കണ്ടെത്തിയത്. കണ്ണിയാമ്പുറത്തെ ഗോഡൌണിൽ നിന്ന് കൊണ്ടുവന്ന 14 ചാക്ക് അരിയിൽ ഒന്നിലായിരുന്നു എലിക്കുഞ്ഞിനെയും പ്രാണികളെയും കണ്ടെത്തിയത്. ലോറിയിലെത്തിച്ച അരിച്ചാക്ക് ഇറക്കുന്നതിനിടെ ചുമട്ടുതൊഴിലാളികളാണ് എലിക്കുഞ്ഞിനെ കണ്ടത്. ഈ ചാക്കിനുള്ളിൽ നിന്നും കറുത്ത പ്രാണികളും പുറത്തു വന്നിരുന്നു. തുടർന്ന് അധ്യാപകർ സിവിൽ സപ്ലൈസ് വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. സ്കൂളിലെത്തിച്ച 14 ചാക്കുകളും ദ്വാരങ്ങൾ വീണ നിലയിലാണ്. അതിനാൽ എല്ലാ ചാക്കിലെയും അരിയിൽ എലികൾ കടന്നതായാണ് സംശയിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ച അരിച്ചാക്കുകൾ സീൽ ചെയ്ത് സിവിൽ സപ്ലൈസ് വകുപ്പിന് മടക്കി നൽകി. ഒറ്റപ്പാലം പോലീസും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സ്കൂളിലെത്തി അരിച്ചാക്കുകൾ പരിശോധിച്ചു. ചാരക്കേസിൽ കുടുക്കി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളെ പുറത്താക്കിയതിൽ നടപടി വേണമെന്ന ആവശ്യത്തിൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ മൌനം ദൌർഭാഗ്യകരമാണെന്നും അദ്ദേഹം പ്രതികരിക്കണമെന്നും കെ മുരളീധരൻ MLA വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എല്ലാത്തിനും സാക്ഷിയായിരുന്ന ഒരാൾ ഇപ്പോഴും മൌനം പാലിക്കുന്നു. പിതാവിനുണ്ടായ അപമാനത്തിൽ മകനുണ്ടായ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് എന്റേത്. എന്റെ ഭാഗത്തുനിന്ന് തെറ്റു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അവകാശമുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. തന്റെ രാഷ്ട്രീയ ഗുരു കെ കരുണാകരനാണെന്ന് പല വേദികളിലും ചെന്നിത്തല പറയാറുണ്ട്. അങ്ങനെയൊരു വ്യക്തിയെ ചാരക്കേസിൽ കുടുക്കി ഇറക്കിവിട്ടതിന് ഉത്തരവാദികളായവർക്കെതിരെ അദ്ദേഹം എന്തുകൊണ്ടാണ് മൌനം പാലിക്കുന്നതെന്നും മുരളീധരൻ ചോദിച്ചു. എന്നാൽ ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. ചാരക്കേസ് ചാരമായ കേസാണ്. ഇതിൽ പുനരന്വേഷണം നടത്തേണ്ട കാര്യമില്ലെന്ന് ഹസൻ പറഞ്ഞു. VS അച്യുതാനന്ദന്റെ കുമ്പസാരം അഭിനയമാണെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം നിലനിർത്താനാണ് അദ്ദേഹം തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞതെന്നും ഹസൻ ആരോപിച്ചു.
സ്ത്രീകൾക്കെതിരെ ഹരിയാനയിൽ നടക്കുന്ന അതിക്രമങ്ങളുടെ ലജ്ജാഭാരം മൂലം തനിക്ക് തല ഉയർത്താൻ കഴിയുന്നില്ലെന്ന് ഹരിയാന മുഖ്യമന്ത്രി ഭുജീന്ദർ സിംഗ് ഹൂഡയുടെ ഭാര്യ ആശ പറഞ്ഞു. ലൈംഗിക പീഡനങ്ങളും ലിംഗാനുപാതത്തിലുണ്ടായിരിക്കുന്ന വൻ അന്തരവുമാണ് തന്നെ നാണം കെടുത്തിയിരിക്കുന്നതെന്ന് ആശ ഹൂഡ പറഞ്ഞു. ഹരിയാന ചൈൽഡ് വെൽഫെയർ കൌൺസിൽ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ആശ. പല മേഖലകളിലും സംസ്ഥാനം വൻ വികസനം നേടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന പീഡന വാർത്തകൾ പരിതാപകരമാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് നടന്ന സെമിനാറിലാണ് അവർ ഹരിയാനയിലെ ദുരവസ്ഥയിൽ തന്റെ ആശങ്ക പങ്കുവച്ചത്. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ മാത്രമല്ല, ദേശീയതലത്തിൽ തന്നെ ഇതിന് പരിഹാരം കാണാൻ കൂട്ടായ ശ്രമം വേണമെന്നും അവർ പറഞ്ഞു. യുവതിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് ആരോപിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധിക്കെതിരെ ഫയൽ ചെയ്തിരുന്ന കേസ് സുപ്രീംകോടതി തള്ളി. പരാതി നൽകിയ ആൾക്കെതിരെ സിബിഐ അന്വേഷണം നടത്താനും 10 ലക്ഷം രൂപ പിഴ ചുമത്താനും കോടതി ഉത്തരവിട്ടു. കിഷോർ സമൃദ്ധെ എന്നയാളാണ് രാഹുലിനെതിരെ പരാതി നൽകിയത്. 5 ലക്ഷം രൂപ രാഹുലിനും 5 ലക്ഷം രൂപ യുവതിക്കും രക്ഷിതാക്കൾക്കുമായി നൽകാനുമാണ് കോടതി കിഷോറിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. 2006 ഡിസംബർ 3 ഓൺലൈൻ പോർട്ടലിൽ വന്ന വാർത്തയെ അടിസ്ഥാനമാക്കിയാണ് കിഷോർ പരാതി നൽകിയത്. ഉത്തർപ്രദേശിൽ നടത്തിയ യാത്രയ്ക്കിടെ രാഹുലും 6 സുഹൃത്തുക്കളും ചേർന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കിഷോർ പരാതി നൽകിയത്. അലഹാബാദ് ഹൈക്കോടതി നേരത്തെ തന്നെ കിഷോറിന്റെ പരാതി തള്ളി അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു. ടുണീഷ്യൻ തലസ്ഥാനമായ ടുണീസിൽ 500 വർഷം പഴക്കമുള്ള സൂഫി മഖ്ബറ അജ്ഞാത സംഘം തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രി മുഖംമൂടി ധരിച്ചെത്തിയ 5 അംഗ സംഘം മഖ്ബറ തീവച്ച് നശിപ്പിക്കുകയായിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അക്രമസമയത്ത് മഖ്ബറയിൽ ആരുമുണ്ടായിരുന്നില്ല. 13ാം നൂറ്റാണ്ടിൽ ജീവിച്ച സയ്യിദത്ത് ആയിഷ മനൌബി റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയാണ് തകർത്തത്. ആക്രമണത്തിന് പിന്നിൽ പ്രദേശത്തെ തീവ്രവാദ വിഭാഗമായ സലഫികളാണെന്ന് പോലീസ് മേധാവികൾ അറിയിച്ചു. ഇതിനു മുമ്പ് പലതവണ മഖ്ബറയ്ക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മഖ്ബറ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്നും അക്രമികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് നാട്ടുകാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. വൈദ്യുതി ദൂർത്തടിച്ചാൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് KSEB. ദീപാലങ്കാരം പോലുള്ള വൈദ്യുതി ദൂർത്തുകൾ കാണിച്ചാൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് KSEB. റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് KSEBയുടെ ഈ നടപടി. ഹൈടെൻഷൻ, എക്സ്ട്രാ ഹൈടെൻഷൻ വൈദ്യുതി ഉപഭോക്താക്കൾ സാധാരണ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് 75% പരിമിതപ്പെടുത്തണമെന്നും KSEB നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്തവരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുമെന്നും KSEB അധികൃതർ അറിയിച്ചു. ഈ മാസം 28 മുതൽ കരിപ്പൂരിൽ നിന്ന് ഗൾഫിലേക്ക് പുതിയ 7 സർവീസുകൾ തുടങ്ങും. മുംബൈ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും കൂടുതൽ വിമാന സർവീസുകൾ തുടങ്ങുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. ഹജ്ജ് വാർത്തകൾ. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വള്ളിയർമാർക്ക് മക്കയിലും മദീനയിലും മറ്റും അധിക ജോലികൾ നൽകാനുള്ള ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ നീക്കം കേരള ഹജ്ജ് കമ്മിറ്റി തടഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലായി പുറപ്പെട്ട വളണ്ടിയർമാർക്ക് കേരളത്തിൽ നിന്നുള്ള ഹാജിമാർക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാജിമാരെ സംരക്ഷിക്കണമെന്നും മിഷന്റെ മറ്റ് ജോലികളിൽ സഹായിക്കണമെന്നുമുള്ള ഉത്തരവ് നൽകിയിരുന്നു. ഇത് വളണ്ടിയർമാർ കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചിലവിൽ പുറപ്പെട്ട ഹാജിമാർ കേരള ഹാജിമാരുടെ സംരക്ഷണം മാത്രം ഏറ്റെടുത്താൽ മതിയെന്നും മറ്റുള്ള ഉത്തരവ് അനുസരിക്കേണ്ടെന്നും മറുപടി നൽകുകയായിരുന്നു. 300 പേർക്ക് ഒരു വളണ്ടിയർ എന്ന തോതിലാണ് കേരളം വളണ്ടിയർമാരെ അയക്കുന്നത്. ഇവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരുന്നത് കടുത്ത പ്രയാസമായിരിക്കും. ഹജ്ജ് മിഷന്റെ നടപടിക്കെതിരെ കേരള ഹജ്ജ് കമ്മിറ്റി, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി, ഹജ്ജ് മിഷൻ എന്നിവർക്ക് സന്ദേശം അയച്ചു. തങ്ങൾ അധിക ചുമതല നൽകുന്നില്ലെന്ന് കാണിച്ച് മറുപടി ലഭിച്ചിട്ടുണ്ട്. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ മുൻ വർഷങ്ങളിൽ ഹജ്ജ് വളണ്ടിയർമാരെ നിയോഗിച്ചിരുന്നില്ല. ഈ ഹാജിമാരുടെ ഉത്തരവാദിത്വവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വളണ്ടിയർമാർ ഏൽക്കേണ്ടി വന്നിരുന്നു. ഇന്നലെ ഹജ്ജ് വിമാനത്തിൽ 118 പുരുഷന്മാരും 222 സ്ത്രീകളും ഉൾപ്പെടെ 250 ഹാജിമാരും, കരിപ്പൂരിൽ നിന്നുള്ള പതിവ് വിമാനത്തിൽ 28 പുരുഷന്മാരും 35 സ്ത്രീകളും ഉൾപ്പെടെ 54 പേരും വിശുദ്ധ ഭൂമിയിലെത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുസലാം ഇന്നലെ ഹജ്ജ് ക്യാമ്പ് സന്ദർശിച്ചു. ഇന്ന് 4 വിമാനങ്ങളിലായി 950 ഹാജിമാർ യാത്ര പുറപ്പെട്ടു.
നാളെ 2 വിമാനങ്ങളിലായി 59 ഹാജിമാർ യാത്ര തിരിക്കും. 250 ഹാജിമാർ ഉൾക്കൊള്ളുന്ന ഒന്നാമത്തെ വിമാനത്തിൽ ഇന്ന് മുഴുവൻ ഹാജിമാരും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഹജ്ജ് വേളയിൽ സുരക്ഷാ നിരീക്ഷണ ഹെലികോപ്റ്റർ സേവനത്തിന് പൈലറ്റുമാരും ടെക്നീഷ്യന്മാരുമായി 360 പേർ രംഗത്തുണ്ടാകും. 19ഓളം ഹെലികോപ്റ്ററുകൾ പറത്തുന്നതിനാണ് ഇത്രയും പേരെ നിയോഗിച്ചിരിക്കുന്നത്. അഗ്നിശമനം, രക്ഷാപ്രവർത്തനം, ആളുകളെ മാറ്റി താമസിപ്പിക്കൽ, ആശുപത്രിയിലെത്തിക്കൽ എന്നീ അടിയന്തര പ്രവർത്തനങ്ങളിൽ പരിശീലനം നേടിയവരാണ് ഇവരെന്ന് സുരക്ഷാ വിമാന ക്യാപ്റ്റൻ കേണൽ മുഹമ്മദ് അൽ ഹർബി പറഞ്ഞു. തീർത്ഥാടകരുടെ പോക്കുവരവുകൾ നിരീക്ഷിക്കുക, ഹജ്ജ് ദൃശ്യങ്ങൾ പകർത്തുക, ആവശ്യമാണെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുടെ യാത്ര എന്നിവയ്ക്ക് വിമാനങ്ങൾ ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഒക്ടോബർ 25 വ്യാഴാഴ്ച നടക്കും. ദുൽഖഅദ 29 തിങ്കളാഴ്ച സൗദി അറേബ്യയിൽ ഒരിടത്തും മാസപ്പിറവി കണ്ടതായി വിശ്വാസയോഗ്യമായ വിവരം ലഭിക്കാത്തതിനാൽ ബുധനാഴ്ച ഹജ്ജ് മാസാരംഭമായി കണക്കാക്കുമെന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഖലിയയുടെ നേതൃത്വത്തിലുള്ള സൗദി സുപ്രീം കോടതിയുടെ 9 സമിതി പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് അറഫ സംഗമം ഒക്ടോബർ 25 വ്യാഴാഴ്ച നടക്കും. സൗദിയിലും അയൽ അറബ് നാടുകളിലും ബലിപെരുന്നാൾ 26 വെള്ളിയാഴ്ചയായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. നെഞ്ചുറപ്പുണ്ടോ നേരിന്റെ പക്ഷത്ത് നിൽക്കാൻ എന്ന ശീർഷകത്തിൽ SSF ആചരിക്കുന്ന അംഗത്വ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ കാസർഗോഡ് ജില്ലയിൽ മെമ്പർഷിപ്പ് ദിനം ആചരിക്കും. ജില്ലയിലെ 400ഓളം വരുന്ന യൂണിറ്റുകളിൽ നിന്നായി ആയിരങ്ങൾ ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിൽ കണ്ണികളാകും. സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫിയുടെ CD സന്ദേശ പ്രഭാഷണം, പ്രകടനം എന്നിവ യൂണിറ്റുകളിൽ നടക്കും. സംഘടനയുടെ 21ാമത് അംഗത്വകാല പ്രവർത്തനങ്ങളുടെ ഭാഗമായി വർദ്ധിച്ചുവരുന്ന സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെയും വർഗീയ ഭീകര ചിന്താഗതികൾക്കെതിരെയും പ്രവർത്തകർ പ്രതിജ്ഞയെടുക്കും. സെക്ടർ ഇലക്ഷൻ ഓഫീസർമാർ, ഡിവിഷൻ ഇലക്ഷൻ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഡയറക്ടറേറ്റ് എന്നിവർ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് അസിസ്റ്റന്റ് ഇലക്ഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ വിവരങ്ങൾ ഓൺലൈനായി സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിക്കും. കാസർഗോഡ് ജില്ലാ സുന്നി സെന്ററിൽ ചേർന്ന സെക്ടർ ഇലക്ഷൻ ഓഫീസർമാരുടെ യോഗം പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ജില്ലാ പ്രസിഡന്റ് അഷ്റഫി യോഗം നിയന്ത്രിച്ചു. ജില്ലാ ഇലക്ഷൻ ചീഫ് അബ്ദുൾ റസാഖ് സഖാഫി കോട്ടക്കുന്ന് പദ്ധതി അവതരിപ്പിച്ചു. അബ്ദുൽ അസീസ് സൈനി, ജാഫർ CN, മഹ്മൂദ് അംജദി, സിദ്ദീഖ് പൂത്തപ്പലം, നൂറുദ്ദീൻ കൊളപ്പുറം, അബ്ദുറഹീം സഖാഫി ചിപ്പാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബായാർ പൊന്നങ്കളം മുജമ്മൌ സഖാഫത്ത് സുന്നിയിൽ 10,000 സംബന്ധിക്കുന്ന മാസാന്ത സ്വലാത്ത് മജ്ലിസ് നാളെ മഗ്രിബ് നിസ്കാരാനന്തരം നടക്കും. പ്രമുഖ ആത്മീയ പണ്ഡിതനും മുജമ്മ സാരഥിയുമായ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോ തങ്ങൾ അൽ ബുഖാരി നേതൃത്വം നൽകും. പ്രമുഖ പ്രഭാഷകൻ റഹ്മത്തുള്ള സഖാഫി എളമരം മുഖ്യ പ്രഭാഷണം നടത്തും. മുഹിമ്മാത്ത് 20ാം വാർഷിക പ്രചാരണോദ്ഘാടനവും സ്വലാത്ത് മജ്ലിസിൽ വെച്ച് നടക്കും. മുഹിമ്മാത്ത് പ്രധാന മുദരിസ് വെള്ളിപ്പാടി അബ്ദുള്ള മുസ്ലിയാർ, ബായാർ അബ്ദുള്ള മുസ്ലിയാർ, മുഹിമ്മാത്ത് സാരഥികളായ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, AK ഇസുദ്ദീൻ സഖാഫി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, SSF സംസ്ഥാന പ്രസിഡന്റ് മൂസ സഖാഫി കൊളത്തൂർ, സിദ്ദീഖ് സഖാഫി ബായാർ തുടങ്ങിയവർ സംബന്ധിക്കും. SSF മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി നരിക്കുനി ഡിവിഷനിലെ 120 യൂണിറ്റുകളിൽ നാളെ പ്രകടനവും കൺവെൻഷനുകളും നടക്കും. വൈകിട്ട് 5 മണിക്കാണ് പ്രകടനം. 6 മണിക്ക് നടക്കുന്ന കൺവെൻഷന്റെ ഭാഗമായി പ്രഭാഷണം, പ്രതിജ്ഞ, ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയവ പരിപാടികൾ നടക്കും. OT ഷഫീഖ് സഖാഫി, PP മുഹമ്മദ് ബഷീർ, ജലീൽ അഹ്സനി, NK ഇസുദ്ദീൻ സഖാഫി, CP ഫസൽ അമീൻ,
തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ഇതു സംബന്ധമായി ചേർന്ന യോഗം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂർ ഉദ്ഘാടനം ചെയ്തു. CP ഷഫീഖ് ബുഖാരി പദ്ധതി വിശദീകരിച്ചു. കുറ്റിക്കാട്ടൂർ IMIC ദേവ കോളേജ് SSF ക്യാമ്പസ് സെല്ലിന്റെ കീഴിൽ ഇഹ്ദാം ക്യാമ്പ് സംഘടിപ്പിച്ചു. അബ്ദുൽ ബാരി സഖാഫി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഫളുർ റഹ്മാൻ ബുഖാരി അധ്യക്ഷത വഹിച്ചു. സുന്നത്ത് ജമാഅത്ത്, സമരമാണ് ജീവിതം എന്നീ വിഷയങ്ങളിൽ ഇബ്രാഹിം സഖാഫി താത്തൂർ, സിദ്ദീഖ് പുള്ളന്നൂർ ക്ലാസ് എടുത്തു. യൂണിറ്റ് പുനഃസംഘടനയും IT രൂപവൽക്കരണവും നടന്നു. SSF 40ാം വാർഷിക പ്രചാരണത്തോടനുബന്ധിച്ച് കളന്തോട് അൽഹുദ ദേവ കോളേജ് ക്യാമ്പസ് യൂണിറ്റ് SSFന്റെ കീഴിൽ സംഘടിപ്പിച്ച ഇഹ്ദാം 2012 ACS ഷാഫി നിസാമി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അസ്ലം കാമിൽ സഖാഫി അധ്യക്ഷത വഹിച്ചു. MT ശിഹാബുദ്ദീൻ അസ്ഹരി വിഷയാവതരണം നടത്തി. SSF 40ാം വാർഷികത്തിന്റെ ഭാഗമായി കുന്നമംഗലം ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിപ്ലവവേദി ഈ മാസം 20-ന് കെട്ടാങ്ങൽ അൽ ഖമറിൽ നടക്കും. ടീമിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി റാലി, ക്യാമ്പ് എന്നിവയാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. വൈകിട്ട് 4:30-ന് കളന്തോട് അൽഹുദ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി കെട്ടാങ്ങലിൽ സമാപിക്കും. മഗ്രിബ് നിസ്കാരാനന്തരം കമ്പനിമുക്ക് അൽ ഖമറിൽ നടക്കുന്ന ക്യാമ്പ് SSF മുൻ അസോസിയേറ്റ് സെക്രട്ടറി സലീം ആറിസി ഉദ്ഘാടനം ചെയ്യും. മുസിൻ കെഴിശ്ശേരി വിഷയാവതരണം നടത്തും. ഇബ്രാഹിം സഖാഫി താത്തൂർ, MT ശിഹാബുദ്ദീൻ അസ്ഹരി മലയമ്മ, ഖാലിദ് സഖാഫി പുള്ളാവൂർ, സിദ്ദീഖ് പുള്ളന്നൂർ നേതൃത്വം നൽകും. കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയ സമ്മേളനത്തിന്റെ കൊടുവള്ളി മേഖല പ്രചാരണ സമിതി രൂപവൽക്കരണം നാളെ വൈകിട്ട് 5 മണിക്ക് മുനവ്വിർ മദ്രസയിൽ നടക്കും. CM യൂസഫ് സഖാഫി, അബ്ദുൽ നാസർ സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകും. SYS സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ആദർശ ക്യാമ്പയിനിന്റെ പ്രവർത്തന പദ്ധതികൾ വിശദീകരിക്കുന്ന മേഖലാ പ്രവർത്തക സംഗമം നാളെ വൈകിട്ട് 4 മണിക്ക് കൊടുവള്ളി മുനവ്വിറുൽ ഉലൂം മദ്രസയിൽ നടക്കും. നാസർ ചെറുവാടി, CM യൂസഫ് സഖാഫി, സലീം അണ്ടോണ, അബ്ദുൽ നാസർ സഖാഫി കരീറ്റിപ്പറമ്പ് നേതൃത്വം നൽകും. മേഖലാ പ്രവർത്തക സമിതി അംഗങ്ങൾ, പഞ്ചായത്ത് ഭാരവാഹികൾ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ടീം അംഗങ്ങൾ എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കപടനവോത്ഥാനത്തിന്റെ പരിണതി എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 20 ശനിയാഴ്ച 4 മണിക്ക് തിരുവനന്തപുരം ഗാന്ധി പാർക്ക് മൈതാനത്താണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. N. അലി അബ്ദുള്ള, കാസിം ഇരിക്കൂർ, സുലൈമാൻ സഖാഫി മാളിയേക്കൽ, മുസ്തഫ എറക്കൽ, ഡോക്ടർ M. നിസാർ, NM സ്വാദിഖ് സഖാഫി, M. മുഹമ്മദ് സ്വാദിഖ്, MSM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം നയാബ് വാരിദ് റയ്യാൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ സംഗമിക്കും. അഹ്ദലിയ മാസാന്ത ബുർദ മജ്ലിസും അനുമോദനവും നാളെ രാത്രി 8 മണിക്ക് കാന്തപുരം സുന്നി മസ്ജിദിൽ നടക്കും. SSF സംസ്ഥാന സാഹിത്യോത്സവിലെ പ്രതിഭ P. ജവാദിനെ ചടങ്ങിൽ അനുമോദിക്കും. സയ്യിദ് ജുനൈദ് അൽ ബുഖാരി, അബ്ദുൽ ലത്തീഫ് സഖാഫി, അബ്ദുൽ ഗഫൂർ സഖാഫി നേതൃത്വം നൽകും. മടവൂർ CM വലുല്ലാഹി മെമ്മോറിയൽ സെന്റർ ദ്വൈമാസ ദിക്ർ ഹൽക്ക നാളെ വൈകിട്ട് 6:30-ന് CM സെന്റർ മടവൂർ ഷെരീഫിൽ നടക്കും. സയ്യിദ് മുഹ്സിൻ സഖാഫി അവേലം, സയ്യിദ് സക്കരിയ ബുഖാരി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് കുറ്റ്യാടി, കാപ്പാട് ഉമർ മുസ്ലിയാർ, TK അബ്ദുറഹ്മാൻ ബാഖവി തുടങ്ങിയവർ സംബന്ധിക്കും. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി ഈ മാസം 23-ന് വൈകിട്ട് 3:30-ന് കാലിക്കറ്റ് ടവറിൽ ജില്ലാ IT പരിശീലനം നടക്കും. മെമ്പർഷിപ്പ് അപേക്ഷ, പുനഃസംഘടനാ ലിസ്റ്റ്, സുന്നി വോയ്സ് വരിക്കാരുടെ ലിസ്റ്റ് എന്നിവ അപ്ലോഡ് ചെയ്യുന്നതിന് നേതൃത്വം വഹിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ചീഫ്, IT ചുമതലയുള്ളവർ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ ഇലക്ഷൻ ചീഫ് ബഷീർ മുസ്ലിയാർ ചെറുപ്പയും ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരവും അറിയിച്ചു. ക്യാമ്പിന് അബ്ദുസലീം REC നേതൃത്വം നൽകും. SSF 40ാം വാർഷിക സന്നദ്ധ സേന ടീം മർക്കസ് ഓർഫനേജ് ക്യാമ്പസിൽ രൂപവൽക്കരിച്ചു. തുടർന്ന് നടന്ന സംഗമം VPM ഫൈസി ഉദ്ഘാടനം ചെയ്തു. SSF സംസ്ഥാന സെക്രട്ടറി കലാം മാവൂർ പ്രഭാഷണം നടത്തി. മാനേജർ AC കോയ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ അബൂബക്കർ നിസാമി, ബോർഡിംഗ് മാനേജർ ഉസ്മാൻ സഖാഫി മാവൂർ ആശംസ നേർന്നു. അബ്ദുള്ള കിഴിശ്ശേരി, അസ്ലം അരീക്കോട്, സുഹൈൽ ചെറുവാടി എന്നിവരെ ഭാരവാഹികളായും ഇസ്മായിൽ അടിവാരം ടീം ചീഫായും തിരഞ്ഞെടുക്കപ്പെട്ടു. മർഹൂം തേനു മുസ്ലിയാർ 44ാം ആണ്ടുനേർച്ചയ്ക്കും സ്വലാത്ത് വാർഷികത്തിനും ഇന്ന് തുടക്കം കുറിച്ചു. കൂരിയാട് കല്ലുപറമ്പിൽ ഇന്ന് രാവിലെ 10 മണിക്ക് സ്ഥലം ഖാദി സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി പതാക ഉയർത്തി. മഹല്ല് വൈസ് പ്രസിഡന്റ് കല്ലിടുമ്പിൽ കുട്ടിപ്പ ഹാജി, സെക്രട്ടറി P. കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, കല്ലായി ഹൈദരലി ഹാജി, വടക്കൻ അവറാൻകുട്ടി ഹാജി,
കെ കുഞ്ഞാലൻ മുസ്ലിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈകുന്നേരം 4 മണിക്ക് നടന്ന മക്കാം സിയാറത്തിന് സ്ഥലം മുദരിസ് ഹൈദർ ഹസനി നേതൃത്വം നൽകി. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പ്രഭാഷണവേദിയിൽ KM ബാബ മുസ്ലിയാർ സ്വാഗതം ആശംസിക്കും. അബ്ദുൽ കരീം ബാഖവി അധ്യക്ഷത വഹിക്കും. അബ്ദുൽ അസീസ് സഖാഫി ഏലമ്പ്ര മുഖ്യ പ്രഭാഷണം നടത്തും. 19 വെള്ളിയാഴ്ച പകര മുഹമ്മദ് ഹസനി പ്രഭാഷണം നടത്തും. 20 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഖുതുബിയത്തിന് അലവിക്കുട്ടി ഫൈസി ചേറൂർ ഉദ്ബോധനം നടത്തും. 21 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വനിതാ ക്ലാസോടെ പരിപാടികൾക്ക് തുടക്കമാവും. അബ്ദുൽസലാം ബാഖവി പൊടിയാട് വനിതാ ക്ലാസിന് നേതൃത്വം നൽകും. 10 മണിക്ക് നടക്കുന്ന സലാത്ത് ഖത്തം ദുആ മൗലിദ് മജ്ലിസിന് സയ്യിദ് ഹബീബുർ റഹ്മാൻ അൽ ബുഖാരി നേതൃത്വം നൽകും. സയ്യിദ് റൌഫ് ബുഖാരി വെട്ടിച്ചിറ, സൈനുദ്ദീൻ ബാഖവി, ഉമർ മുസ്ലിയാർ ചെറുകുന്ന്, മുസ്തഫ ബാഖവി തെന്നല, മുനീർ ബാഖവി, ഹംസ ഹസനി തെന്നല, അബ്ദുള്ള ഫൈസി പയ്യനാട്, സുലൈമാൻ ഇന്ത്യനൂർ, KV ഹംസ മുസ്ലിയാർ, കുഞ്ഞു ഹാജി, അസ്കർ അലി ബാഖവി, KM ഫൈസി, അബ്ദുൽ ജലീൽ മുസ്ലിയാർ, കുണ്ടംചിന തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും. ഉച്ചയ്ക്ക് ശേഷം അന്നദാനത്തോടെ പരിപാടികൾക്ക് സമാപനം കുറിക്കും. മുഴുവൻ പരിപാടികളും തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. AR നഗർ മുൽഹിറുസുന്ന സംഘടിപ്പിക്കുന്ന ദൈമാസ ബുർദ പ്രകീർത്തന സംഗമം തസ്നീമു തയ്യിബയുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 7 മണിക്ക് AR നഗർ ബസാറിൽ നടക്കും. 2000-ഓളം പ്രവാചക പ്രേമികളെ സ്ഥിരാംഗങ്ങളായി ചേർത്ത് അവർക്ക് ബുർദ ഗ്രന്ഥവും അംഗത്വ കാർഡും നൽകി പ്രവാചക സ്നേഹം ഊട്ടിയുറപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എല്ലാ വ്യാഴാഴ്ചകളും സുബഹിക്ക് ശേഷം ഖത്മുൽ ബുർദ മജ്ലിസും ദൈമാസ സംഗമവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൽഹിറുസ്നയിൽ നിന്ന് ഉപരിപഠനാർത്ഥം വിവിധ കോളേജുകളിൽ പോയവർക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. സമസ്ത ഉപാധ്യക്ഷൻ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് അലവി സഖാഫി കോഡൂർ അധ്യക്ഷത വഹിക്കും. സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി ആശീർവാദ പ്രഭാഷണം നടത്തും. സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം PP മുഹമ്മദ് അലി ഹാജി നിർവഹിക്കും. കേരളയാത്രാ ഗായകൻ ചെമ്പരിക്ക ഷുക്കൂർ ഇർഫാനി, മുഹമ്മദ് ഫഖറുദ്ദീൻ മഞ്ചേരി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവാചക പ്രകീർത്തനവും നടക്കും. ഷറഫുദ്ദീൻ സഖാഫി കുറ്റിപ്പുറം, ബഷീർ സഖാഫി, അബ്ദുൽ കരീം അഹ്സനി, PP കോയമുൻ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ B മുഹമ്മദ് ബഷീർ സഖാഫി, P അബൂബക്കർ അസ്ഹരി തുടങ്ങിയവർ സംബന്ധിച്ചു. ഒമാനൂർ ശുഹദ ആണ്ടുനേർച്ചയ്ക്ക് നാളെ ഒമാനൂരിൽ തുടക്കമാവും. ഈ മാസം 19 മുതൽ 23 വരെ 5 ദിവസങ്ങളിലായി വിവിധ ഇനം പരിപാടികൾ നടക്കും. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് UK മമ്മൂട്ടി ഹാജി പതാക ഉയർത്തലോടെ ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമാകും. അസർ നിസ്കാരാനന്തരം പുതുതായി നിർമ്മിച്ച ശുഹദ സാംസ്കാരിക സമുച്ചയം KPH തങ്ങൾ കാവനൂർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 5 നടക്കുന്ന സാംസ്കാരിക സംഗമത്തിൽ ഊർജ്ജ ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. അഷ്റഫ് മഡാൻ, PC നൌഷാദ്, CM മൗലവി തുടങ്ങിയ മത സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. 20 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് രക്ഷാകർതൃ സംഗമവും വൈകിട്ട് 7 പ്രവാചക പ്രകീർത്തനവും ഇശൽ വിരുന്നും നടക്കും. സാഹിത്യോത്സവ പ്രതിഭകൾ നയിക്കും. 21 രാവിലെ 8:30 മലബാർ ഐ ആശുപത്രിയുടെ സഹകരണത്തോടെ ഡോക്ടർ KS ചന്ദ്രകാന്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധന നടക്കും. വൈകുന്നേരം 4:30 മുതൽ ഖത്മുൽ ഖുർആൻ സംഗമവും ദുആ മജ്ലിസും നടക്കും. 22 വൈകുന്നേരം 6:30 ശുഹദ മൗലിദ് മജ്ലിസ് നടക്കും. 20 മുതൽ 22 വരെ വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയിൽ മുഹീദ്ദീൻ സൈദി കൊട്ടുക്കര, ഹാഫിള് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ, റഹ്മത്തുള്ള സഖാഫി എളമരം പ്രസംഗിക്കും. തൗഹീദ് അജഞ്ചലമാണ് എന്ന പ്രമേയത്തിൽ സുന്നി സംഘടനകളുടെ സഹകരണത്തോടെ SYSന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആദർശ ക്യാമ്പയിനിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ആദർശ ക്യാമ്പ് ഈ മാസം 21 രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ മേൽമുറി മഅദിൻ ക്യാമ്പസിൽ നടക്കും. ഒക്ടോബർ-ഡിസംബർ കാലയളവിലായി 3 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പദ്ധതികളിൽ സംഘകുടുംബത്തിലെ ജില്ലാ നേതാക്കൾക്കുള്ള ആശയ പഠനവേദിയാണ്. 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആദർശ ക്യാമ്പ് തൗഹീദ് അജഞ്ചലമാണ്, ഖുർആൻ, സുന്നത്ത്, മദ്ഹബ് എന്നീ വിഷയങ്ങളിലുള്ള പഠനവും സംശയ നിവാരണവുമാണ് നടക്കുക. SYS ജില്ലാ കൌൺസിലർമാർ, SSF, SMA, SJM ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവരാണ് പ്രതിനിധികൾ. മർക്കസ് HSS കലോത്സവത്തിൽ കാശ്മീർ വിദ്യാർത്ഥികൾ മികച്ച കലാപ്രകടനത്തിനുള്ള ട്രോഫി കരസ്ഥമാക്കി. 70-ലധികം ഇനങ്ങളിലായിരുന്നു മത്സരം. പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം മികച്ച പോയിന്റ് നേടിയാണ് കാശ്മീർ മത്സരാർത്ഥികൾ ജേതാക്കളായത്.
ഇവർ മർക്കസ് കാശ്മീരി ഹോമിൽ 7 വർഷത്തോളമായി താമസിച്ചു പഠിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും മർക്കസ് കാശ്മീർ വിദ്യാർത്ഥികൾ മികച്ച സ്ഥാനം കൈവരിച്ചിട്ടുണ്ട്. മത്സരാർത്ഥികൾക്ക് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുൽ ഖാദർ ട്രോഫി സമ്മാനിച്ചു. സമ്മാനദാന ചടങ്ങിൽ നിയാസ് മാസ്റ്റർ ചോല, കാശ്മീർ ഹോം മാനേജർ മൂസ സഖാഫി, പാതിരമണ്ണ, അബ്ദുൽ കരീം അംജദി തുടങ്ങിയവർ പങ്കെടുത്തു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. റിസാല സ്റ്റഡി സർക്കിൾ പ്രവാസി സമൂഹത്തിന് സമർപ്പിക്കുന്ന സന്നദ്ധ സേവന വിഭാഗമായ സ്നേഹസംഘത്തിന്റെ ദേശീയ സമ്മേളനം ഒക്ടോബർ 19 നാളെ കുവൈത്തിൽ സാൽമിയ പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഡയറക്ടറേറ്റിൽ നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം RC കുവൈത്ത് വൈസ് ചെയർമാൻ ഫസൽ തന്നലയുടെ അധ്യക്ഷതയിൽ അബ്ദുൽ ലത്തീഫ് സഖാഫി ഉദ്ഘാടനം ചെയ്യും. RC ഗൾഫ് ചാപ്റ്റർ ജനറൽ കൺവീനർ അബ്ദുള്ള വടകര, RC കുവൈത്ത് പബ്ലിക് റിലേഷൻ കൺവീനർ മിസ് അബ് വില്യാപ്പള്ളി എന്നിവർ ക്ലാസ് എടുക്കും. വൈകുന്നേരം 5:30 ആരംഭിക്കുന്ന പൊതുസമ്മേളനം ICF കുവൈത്ത് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ദാരിമിയുടെ അധ്യക്ഷതയിൽ ഇന്ത്യൻ എംബസി കോൺസുലർ ആൻഡ് ചീഫ് വെൽഫെയർ ഓഫീസർ ബൽറാം കുമാർ ഉപാധ്യായ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ പണ്ഡിതൻ അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം മുഖ്യ പ്രഭാഷണം നടത്തും. SYS മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ സ്നേഹസംഘത്തെ സമൂഹത്തിന് സമർപ്പിക്കും. RC GB കൺവീനർ റഫീഖ് കൊച്ചനൂർ ക്യാമ്പയിൻ റിവ്യൂ നടത്തും. കൊളാഷ് പ്രദർശനം, പ്രതിജ്ഞ എന്നിവ നടക്കും. സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കുവൈത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വാഹന സൌകര്യം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ICF കുവൈത്ത് കുർത്തുബ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ദിക്ർ മജ്ലിസ് നാളെ മഗ്രിബ് നിസ്കാരാനന്തരം കുവൈത്ത് സിറ്റി ഷാലിമാർ കോംപ്ലക്സിൽ വെച്ച് നടക്കും. അലവി സഖാഫി കൊളത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് അബ്ദുള്ള ബുഖാരി, കോയ സഖാഫി മുക്കം തുടങ്ങിയവർ നേതൃത്വം നൽകും. പുണ്യഭൂമിയിലെത്തിയ അതിഥികളായ ഹജ്ജാജിമാർക്ക് കർമ്മങ്ങളിലും മറ്റു സഹായിക്കുന്നതിനും വഴിയറിയാത്തവർക്ക് സുരക്ഷിതമായി ടെന്റുകളിൽ എത്തുന്നതിനുമുള്ള സൌകര്യമൊരുക്കുന്നതിനും സേവന സന്നദ്ധരായി ദമാമിൽ നിന്ന് പോകുന്ന RC ഹജ്ജ് വണ്ടിയർമാർക്കുള്ള 1ാം ഘട്ട പരിശീലനം പൂർത്തിയായി. ദമാം ജൂബിലി ഹാളിൽ നടന്ന പരിശീലന പരിപാടിയിൽ സോണിലെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് വളണ്ടിയർമാരായ 92 പേർ പങ്കെടുത്തു. അപേക്ഷിച്ചവരിൽ നിന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ 125 വളണ്ടിയർമാർ ഈ പ്രാവശ്യം ദമാമിൽ നിന്ന് സേവനരംഗത്തുണ്ടാകും. RC സൗദി നാഷണൽ വളണ്ടിയർ കോറിന് കീഴിൽ വിവിധ സോണുകളിൽ നിന്നായി 1000 പേരെയാണ് വിന്യസിക്കുന്നത്. ദമാം സോൺ വൈസ് ചെയർമാൻ ഇസ്ഹാഖ് മിസ്ബാഹിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമം GK SSF സെക്രട്ടറി ഉമറുൽ ഫാറൂഖ് കർണാടക ഉദ്ഘാടനം ചെയ്തു. ഐസ് ബ്രേക്കിംഗിന് RC നാഷണൽ കൾച്ചറൽ കൺവീനർ മുസ്തഫ മൂക്കൂടും റൂട്ട് മാപ്പിന് RC ദമാം സോൺ ചെയർമാൻ മഹമ്മൂദ് സഖാഫി കുറ്റിക്കാട്ടൂരും നേതൃത്വം നൽകി. ദമാം സോൺ PR കൺവീനർ ഇക്ബാൽ വെളിയങ്കോട് സ്പെഷ്യൽ നിർദ്ദേശങ്ങൾ നൽകി. ഹജ്ജ് വളണ്ടിയർ കോഴ്സ് സോൺ ചീഫ് അഹമ്മദ് അലി കോഡൂർ സ്വാഗതം പറഞ്ഞു. സോൺ കൺവീനർ ജാഫർ സാദിഖ് നന്ദിയും പറഞ്ഞു. RC ജിദ്ദ സോൺ വളണ്ടിയർ പരിശീലന ക്യാമ്പ് ഇന്ന് രാത്രി 10:30 ജിദ്ദ ഷറഫിയയിൽ നടക്കും. മുഴുവൻ വളണ്ടിയേഴ്സും കൃത്യസമയത്ത് പങ്കെടുക്കണമെന്ന് സോൺ കോർഡിനേറ്റർ അബു മിസ്ബാഹ് ഐക്കരപ്പടി അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്തെ മാലിന്യം പാറമടകളിൽ തന്നെ സംസ്കരിക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. VS അച്യുതാനന്ദൻ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞു, നിലപാടുകളിൽ മാറ്റമില്ലെന്ന് VS അച്യുതാനന്ദൻ. ചാരക്കേസിൽ രമേശ് ചെന്നിത്തല മൌനം വെടിയണമെന്ന് കെ മുരളീധരൻ. ചാരക്കേസിൽ പുനരന്വേഷണം വേണ്ടെന്ന് MM ഹസൻ. പീഡന ആരോപണം രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് സുപ്രീംകോടതി തള്ളി. ടുണീഷ്യയിൽ സൂഫി മക്ബറ അജ്ഞാത സംഘം തകർത്തു. ഒമാനുർ ശുഹദ ആണ്ടുനേർച്ച നാളെ തുടക്കമാവും. കൂരിയാട് മർഹൂം തേനു മുസ്ലിയാർ 44ാം ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC news time@gmail.com.
KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.